നമുക്കിന്ന് മുളക് പൊടിയൊന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പോവാണ്. 2 സവാള എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആ സമയം കൊണ്ട് ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. താങ്ക്